ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നിട്ടുള്ളത് ലൈവിൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഓക്കെ, എന്നാലാണ് എനിക്കത് കറക്റ്റാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ അത്ര വലിയ ആളൊന്നുമല്ല. ചെറിയ രീതിയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എന്നുള്ളത് പറയാം. അപ്പോൾ കമൻറ്റിലൊക്കെ കയറിയിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് അത് എന്താ പറയുക, നമുക്കതൊരു നെഗറ്റീവ് കമൻറ്റുകൾ അടിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. കാരണം ഒരു വിഷമം വരും നമുക്ക്. അപ്പോൾ നമ്മൾ എന്താണ് തെറ്റെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി, കുഴപ്പമില്ല. ഇതിൽ കുറേ പേര് നെഗറ്റീവ് കമൻറ്റുകൾ അടിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വീഡിയോ അത്ര നന്നായിട്ടൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇതിൽ കൂടുതലായിട്ട് ഞാനിപ്പോൾ റെസിപ്പിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മയോണൈസിൻ്റെയൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് മയോണൈസിൻ്റെ വീഡിയോസിന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷം വ്യൂസ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്വന്തമായിട്ട് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ കമൻറ്റ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ലൈവ് ഞാനിത് വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് എന്താണ് ലൈവിൻ്റെ കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെയ്യണം. ഓക്കെ, നമ്മൾ സെയിം ഈ ഒരു ലൈവും ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം, പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കണം. എല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് ഇട്ടിട്ട് കാര്യമില്ല. കാരണം ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്ക് തുടങ്ങിയവനാണ്. ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് ഓർക്കുട്ട് ഉണ്ടായിരുന്നു. ഈ ഓർക്കുട്ടിൽ നിന്ന് കഴിഞ്ഞ ശേഷമാണ് ഫേസ്ബുക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം ആ സമയത്ത് നമ്മൾ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമൊന്നും ഇതിന് ഫേസ്ബുക്കിന് റവന്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് റവന്യൂ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഞാൻ അതിന് ലിങ്ക് കൊടുക്കാം. അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പല രീതിയിലുള്ള കണ്ടന്റുകളുള്ള വീഡിയോസ് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് പല ആളുകൾക്കും പല രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അത് ഒരു കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോകൾ ഇങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ എന്തായാലും പറയും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കുറേ വീഡിയോസ് ഇടുന്നു. അപ്പോൾ എനിക്ക് എന്താണ് അറിയുന്നത് ആ ഒരു മേഖലയിലുള്ള വീഡിയോസുകൾ എനിക്ക് ഇടാൻ കഴിയുള്ളൂ. കാരണം ചില കാര്യങ്ങൾ എനിക്ക് അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾ എന്നോട് പറയണം അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഇടേണ്ടത് നിങ്ങൾക്ക് കറക്റ്റാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടാം. കാരണം നമുക്ക് ആയിരക്കണക്കിന് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളൊരു വലിയൊരു യൂട്യൂബറോ ഇല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അത്രയും ഇതുള്ള ആളൊന്നുമല്ല. നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഫോളോവേഴ്സും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതുപോലെ ചെയ്യണമെന്നൊരു ആഗ്രഹം, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഞാൻ വീഡിയോ എഡിറ്റിംഗ് ആണ്, ഞാൻ എല്ലാം പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയാത്ത ആളുകൾ തന്നെ ഈ ഒരു ഫേസ്ബുക്കിലും അതേപോലെ ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ യൂട്യൂബുകളിലൊക്കെ അവർക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഘട്ടം ഘട്ടമായിട്ട്. ഫേസ്ബുക്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുക, അതേപോലെ തന്നെ യൂട്യൂബിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആളുകളടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആളുകൾ നിലവിൽ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്, നിങ്ങളല്ലേ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നത്, അപ്പം നിങ്ങളും കൂടി അതൊന്ന് ചെയ്യ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സമയമുള്ള സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ കാര്യങ്ങളൊക്കെ. ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം. അത് നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വന്നാലും ശരി, ഇനി എങ്ങനത്തെ കമൻറ്റ് വന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടാൽ മാത്രമാണ്
നമുക്കിതിലും ഉള്ളൂ. ഇതിന് മാത്രമല്ല, യൂട്യൂബിൽ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ ആദ്യം ഇടുന്ന സമയത്ത് നമുക്ക് ഒരു വ്യൂസ് 2 വ്യൂസ് ഒക്കെ ആയിരിക്കും കിട്ടുക. അതിനുശേഷമാണ് നമുക്ക് വ്യൂസ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാൻ ഇടുന്ന വീഡിയോസ് അത്ര നന്നായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മളിപ്പോൾ വേറെ ആളുകൾ ഇടുന്ന അതേപോലെ തന്നെ ഞാനും ഇടുന്നത്. അതിൽ പ്രത്യേകിച്ച് വലിയ ഒരു ഇതായിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം അത് നമുക്ക് വെളിയിൽ പോയി എടുക്കണമെന്നുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഇപ്പം ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നോർമലി ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടത് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ അതേപോലെ തന്നെ അതിലെന്താണെന്നുള്ളത് നമ്മളത് പറയും. ഓക്കെ, അത് ഫേസ്ബുക്കിലാണെങ്കിലും അതേപോലെ യൂട്യൂബിലും അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം വീഡിയോ നിങ്ങൾ ഇപ്പോൾ നോർമലായിട്ട് നിങ്ങൾ ഒരു ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ നോർമൽ അക്കൗണ്ടുള്ള ആളുകൾ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറുക. പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഏർണിംഗ് കിട്ടുള്ളൂ. അതിനിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അത് അതിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. പ്രൊഫഷണൽ മോഡിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിൽ ഏർണിങ്സ് കിട്ടുള്ളൂ. നിങ്ങൾ എന്താ പറയുക, ഒരു ഫോട്ടോസ്, ഒരു വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം. എന്തിനാണ് ഈ എടുക്കുന്നത്? എല്ലാം ഒരു 4 പേരിന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഈ നിങ്ങൾ എടുക്കണ ഇത് 4 പേര് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു കാര്യം ചെയ്ത് പ്രൊഫഷണൽ മോഡാക്കിയതിനു ശേഷം നിങ്ങൾ ഈ ഒരു സാധനം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഇപ്പോൾ ദിവസം 1, 2, 3 ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പോസ്റ്റ്, നിങ്ങളുടെ ഫോട്ടോസ് ഇല്ലെങ്കിൽ കിളികളുടെയോ പൂക്കളുടെയോ എന്തായാലും കുഴപ്പമില്ല, അതിൽ എന്തെങ്കിലും ഒരു വേർഡ്സും കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പൈസ കിട്ടും. അതേപോലെ നിങ്ങൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും. ഈ സ്റ്റോറിക്ക് പൈസയുണ്ട്, പോസ്റ്റിന് പൈസയുണ്ട്, അതേപോലെ തന്നെ റീൽസിന് പൈസയുണ്ട്. നിങ്ങൾ എന്തിട്ടാലും നിങ്ങൾക്ക് പൈസയുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കിയോ. അതിന് കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിന്റെ ക്രൈറ്റീരിയന്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് ഫേസ്ബുക്കിലുള്ളത്. നിങ്ങൾ ഫേസ്ബുക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ വെറുതെ റീൽസ് കണ്ടുകൊണ്ട് ആർക്കും ഗുണമില്ല. കാരണം ഈ റീൽസ് കാണുന്നത്, ഈ റീൽസ് ഉണ്ടാക്കിയ ആൾക്കാണ് ഗുണമുള്ളത്, പിന്നെ ഫേസ്ബുക്കിനും ഗുണമുണ്ട്. നമുക്ക് ഗുണമില്ല, നമ്മുടെ ആ ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫേസ്ബുക്കിൽ പ്രൊഫഷണൽ മോഡിലേക്ക് മാറുക. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. ഇപ്പം നിങ്ങൾ ചിന്തിക്കും അതൊക്കെ ഞങ്ങൾക്ക് പറ്റണോ പരിപാടിയാണോ, ഇല്ല നമുക്കത് വളരെ എന്താ പറയുക കഷ്ടമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ ആവശ്യമില്ല. നിങ്ങൾ നോർമൽ അക്കൗണ്ട് പോയി പ്രൊഫഷണൽ മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സായി മാറും. ഇപ്പോൾ ആഡ് ഫ്രണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫോളോവേഴ്സ് എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ഇത് പേജായി മാറും. ഓക്കെ, പേജായി മാറിക്കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിന് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ വീഡിയോസ് എടുക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഇതിൽ നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ ഫേസ്ബുക്കിൽ തന്നെ മ്യൂസിക് ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടായിരിക്കും നമ്മൾ ആ ഒരു വീഡിയോയിൽ ഇടുന്നത്. ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. കാരണം അത് കോപ്പിറൈറ്റ് വരും. കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് 1 രൂപ പോലും കിട്ടില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ നേരെ വീഡിയോ കൊണ്ടുവരിക. അതിൽ പാട്ടേ വെക്കണ്ട. ഇതിൽ ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മ്യൂസിക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കൊടുക്കുക, അതായത് പാട്ട് കൊടുക്കുക. അപ്പോൾ കോപ്പിറൈറ്റ് വരില്ല. അപ്പോൾ ആ വീഡിയോക്ക് നിങ്ങൾക്ക് റീച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 വീഡിയോ 2 വീഡിയോക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു 10 വീഡിയോ 20 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം, ഞാൻ ഫേസ്ബുക്കിൻ്റെ എനിക്ക് ഏകദേശം 5300 ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ 5 ദിവസം കണ്ടിന്യൂസ്, നിങ്ങൾ എനിക്ക് എൻ്റെ പ്രൊഫൈലെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 5 ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അത് എന്ത് വീഡിയോ ആയിക്കൊണ്ട് പോട്ടെ, അത് വിഷയമില്ല. ആ വീഡിയോ 5 ദിവസം ഇടുമ്പോഴേക്ക് തന്നെ എനിക്ക് ഏകദേശം 2100 ഫോളോവേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒരു 1200 ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? യൂട്യൂബിലും ഇതിലും നമുക്ക് അത്രയും വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ഒരു കാര്യം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്താണ് എനിക്കിതിൽ, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അത്രയും കാലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാൻ ഒരു 4-5 വീഡിയോ ഇട്ടതാണ്. പക്ഷേ ആ വീഡിയോ ഇടുന്ന എല്ലാ വീഡിയോയ്ക്കും ഏകദേശം നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളും നമുക്ക് കിട്ടി. ഓക്കെ,
അപ്പം നിങ്ങളും അതേപോലെ എൻ്റെ ഈ ഫ്രണ്ട്സ് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരും ഒന്ന് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ, ഇതിൽ ഞാൻ യൂട്യൂബിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ മുന്നേറുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ള ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ ഉണ്ടായിരുന്നു. ഒന്നാണ് നമ്മളെന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. അതിൽ ഒരുപാട് ആളുകളെ ആഡ് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് നമ്മൾ എന്താ പറയുക ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. ഇത്ര നമ്മൾ വീഡിയോ വാച്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ വീഡിയോന് ഗ്രോത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സ്, ഒരു 1 lakhന് മേലെ ഫോളോവേഴ്സും കാര്യങ്ങളും, അതേപോലെ തന്നെ യൂട്യൂബിൽ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാം. പ്രൊഫഷണൽ മോഡ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടാൻ പോകുന്നത്. കാരണം ജീവിതത്തിൽ ഇനി ഫോണില്ലാത്ത ആളുകളെ ഉണ്ടാവില്ല, അത്ര ആളുകളടുത്ത് ഫോണാണ്. ഈ ഷോർട്സ് എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. സോ അതുകൊണ്ട് ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ആവശ്യമില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ നോക്കിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരോ സമയത്ത് ഓരോന്ന് നമുക്ക് തോന്നുമ്പോൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ അറിവ്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ. ഇപ്പം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മണി മേക്കിങ്, അതേപോലെ തന്നെ എൻ്റെ ചാനലിൽ അങ്ങനത്തെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് യൂട്യൂബ് ചാനലുകളിൽ. പക്ഷേ ഈ ഫേസ്ബുക്കിൽ നമുക്ക് മണി മേക്കിങ് അതേപോലെ തന്നെയുള്ള സംഭവങ്ങൾ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്കത് ഒരു ബുദ്ധിമുട്ടായി വയലേഷനായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാനത് ഒരു ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ അത് വയലേഷനാണെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന് എനിക്കൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് അങ്ങനെയുള്ളത് ചെയ്യാൻ പാടില്ല. അതിൽ വയലേഷൻ ഉള്ളത്, ബ്ലഡ് ഉള്ളത്, പിന്നെ കുട്ടികൾക്ക് സെക്സ്വലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ബ്ലോക്ക് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് തന്നെ കംപ്ലീറ്റ് കളയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പൈസ കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണെങ്കിൽ വ്യൂസ് കിട്ടും, നല്ല രീതിയിൽ വ്യൂസ് കിട്ടും, ഒരുപാട് ആളുകൾ കാണും. പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ ശ്രമിക്കരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ കുറേ കാലമായിട്ട് ഈ എന്താ പറയുക, നമ്മൾ മണി മേക്കിങ്ങിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുക, അതേപോലെ തന്നെ ലോൺ എങ്ങനെയാണ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് നമ്മൾ ലോൺ എടുത്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ലോൺ നമ്മൾ എടുത്തു കൊടുക്കുന്ന കാര്യം ഇതിൽ പറയാനേ പറ്റുന്നില്ല ഇപ്പം നിലവിൽ. കാരണം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് ബ്ലോക്കിലേക്ക് മാറുന്ന അവസ്ഥയാണ്. അപ്പോൾ ഞാൻ വേറൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ഞാൻ ഇതുപോലെ ലോണിനെ കുറിച്ചൊരു വീഡിയോ ഇട്ട് നോക്കിയതാണ്. കാരണം നമ്മുടെ മെയിൻ അക്കൗണ്ട് നമ്മൾ ഇടുന്നതിന് മുമ്പ് നമ്മളൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ ഇട്ട് നോക്കുക. അപ്പോൾ ഞാൻ അതിൽ ഇട്ട് നോക്കിയ സമയത്ത് നമുക്ക് വളരെ എന്താ പറയുക, അത് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ലിസ്റ്റിലേക്ക് പോയി. പിന്നെ ഞാനത് ഇട്ടിട്ടില്ല. അപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഹോം ലോണ്, നമ്മുടെ പേഴ്സണൽ ലോണ്, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെയുള്ള എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഫേസ്ബുക്കിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഫേസ്ബുക്ക് അല്ലാത്ത മറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ യൂട്യൂബും കാര്യങ്ങളും. ഇപ്പം നമ്മൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു വീഡിയോ കുറച്ച് കാലം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വന്ന് പറയും, നിനക്ക് വേറെ പണിയില്ലേ, അതേപോലെ തന്നെ നിനക്കെന്താ വേറെ ഒന്നും ചെയ്യാനില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വരും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് 5000 ഫോളോവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 2 ആൾ പോലും നമ്മുടെ വീഡിയോ കാണില്ല, കാണുന്ന മുഴുവൻ വെളിയിലുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളെ അറിയുന്ന ആളുകൾക്കും ഒരു സാധനം നിങ്ങൾ അയച്ചു കൊടുക്കരുത് ദയവ് ചെയ്തിട്ട്. നിങ്ങളുടെ വീഡിയോൻ്റെ ലിങ്കോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇതൊന്നും ചെയ്യട്ടെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യട്ടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേ വേണ്ട. ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്ന സംഭവം നിങ്ങളെ ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങളെ ചെയ്യണതാണ്. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്നല്ല ഫോളോവേഴ്സിൻ്റെ അർത്ഥം. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ വീഡിയോ കാണും, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾക്ക് എന്താ പറയുക വീഡിയോ കാണും, നമ്മളെ ഫോളോ ചെയ്യും, നമുക്ക് കമൻ്റ് അയക്കും, നമുക്ക് ലൈക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകളോ നമ്മൾ എത്ര ഉയർന്നു പോയാലും
ഇത് എങ്ങനെയെങ്കിലും ആയതായിരിക്കും, അല്ലാതെ അതൊക്കെ അവന് അങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും. അവനിപ്പോൾ അതൊക്കെ വിട്ട് ഇതായപ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചോദ്യത്തിലേക്ക് വരും. ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല നമുക്ക് ഫോളോവേഴ്സ് കൂടുക അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുക, നമുക്ക് എത്ര ഇത് വന്നാലും. അപ്പം ഒരു കാര്യം ചെയ്യും, നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആളുകൾ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അത്ര ഇതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം എല്ലാവരെയും നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതിലിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും വിടുന്നതൊന്നും ഈ ഒരു എന്താ പറയുക, നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കുന്നു, ഇതിനൊരു ക്ലാസ്സിന് പോകണതോ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് വരുന്നൊന്നുമില്ല. അവരവർക്ക് എന്താണോ തോന്നുന്നത് ആ വീഡിയോ അവരിടും. മനസ്സിലായില്ല? അവരവർക്ക് എന്താണോ, എല്ലാവർക്കും ഒരു ബുദ്ധി ഉണ്ടാവില്ലല്ലോ. ചില ആളുകൾക്ക് ഓട്ടോമൊബൈലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അറിയുന്നത്, അവർ അതുമായി ബന്ധപ്പെട്ടത് ഇടും. ചില ആൾക്കാർക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അവർ. അപ്പോൾ നമുക്ക് ഏതാ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മേഖലയുമായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇടുന്ന വീഡിയോകൾക്ക് അവർക്ക് ആ ഒരു മേഖലയുമായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നായിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ അതിൽ തെറി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്കറിയാം ഇത് നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. സംഭവം സത്യമാണ്. നമുക്കത് അതിന് മറുപടി പറയാനില്ല. കാരണം അവർക്കത് അറിയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇത് കണ്ടിട്ട് പോയി. പക്ഷെ ഇത് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിലുള്ള കാര്യം ഞാൻ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണത്. എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഞാൻ മറ്റുള്ളവരെ അറിയിക്കണം. ഇപ്പം ഞാനൊരു ആ വീഡിയോ കാണിക്കാതെ ഞാൻ നിങ്ങളോട് പറയണം, ഇതാ മയോണീസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ആ വീഡിയോ നിങ്ങൾ കാണിച്ചില്ല, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ പറയാണ്, മയോണീസ് ഉണ്ടാക്കുന്നത് നമ്മൾ വെളുത്തുള്ളി അതേപോലെ തന്നെ ഉള്ളി ഇങ്ങനെയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ എന്ന് പറയണതും ആ മയോണീസ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ട് പറയണത് തമ്മിലുള്ള വ്യത്യാസമില്ലേ? അപ്പൊ ഇവന്മാർക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ആളുകൾ ആ ഒരു വീഡിയോ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതും കൂടി കാണിക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ആവുന്നത്. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോ ഉണ്ടാക്കുക പറഞ്ഞാൽ സ്വന്തമായിട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് നമ്മൾ ഇട്ട ആളുകളുടെ വീഡിയോനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ. മനസ്സിലായിട്ടില്ലേ? സ്വന്തമായിട്ട് വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ എത്ര കഷ്ടമുണ്ട്. ഈ പറയുന്ന ആളുകൾ എത്ര ബുദ്ധിമുട്ടാണ് ഒരു വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അതും ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, നമ്മൾ എങ്ങനെ വീഡിയോ ഇട്ടാലും നമുക്ക് എന്താ വേണ്ടത്? റീച്ച് വരണം. പിന്നെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് വെറുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 1-2 വീഡിയോസ്, നമ്മളൊരു 10 വീഡിയോസ് ഇടുന്നു, 10 വീഡിയോസ് 20 വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ അതിൽ കുറച്ച് വീഡിയോസ് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും, ചിലപ്പോൾ നല്ല വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. അതായത് ആ ഒരു അതുപോലത്തെ രീതിയിൽ ഒരുപാട് ആളുകൾ പറയണം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ഇടരുത്, നന്നായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിവ് വരണം, നമുക്ക് അത് പറ്റില്ല ഈ വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അയ്യോ എനിക്ക് ഇങ്ങനത്തെ ഇവർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ഇനി വീഡിയോ ഇടാൻ പറ്റില്ല പോവാണ് എന്ന് നിങ്ങൾ പറയേണ്ട ഒറ്റ ആവശ്യമില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള വീഡിയോകൾ ഓഡിയൻസിന് ഇഷ്ടമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ നല്ല രീതിയിലുള്ള വീഡിയോസ് വീണ്ടും ക്രിയേറ്റ് ഇടുക. ഏത് വീഡിയോസിനാണ് കൂടുതൽ വ്യൂസ് പറഞ്ഞാൽ സെയിം അതേപോലത്തെ വീഡിയോസ് നമ്മൾ വീണ്ടും വീണ്ടും മേക്ക് ചെയ്യുക, എന്നിട്ട് ഇടുക. പിന്നെ നിങ്ങൾ ഈ യൂട്യൂബിനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനോ ഇൻസ്റ്റാഗ്രാമൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. മെസ്സഞ്ചറിൽ തന്നെ അയച്ചിട്ട് വേണമെങ്കിൽ ചോദിക്കുക, ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ പേയ്മെന്റിന്റെ ഓപ്ഷൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ നമുക്ക് $25 ആയി തന്നെ നമുക്ക് പേയ്മെന്റ് കിട്ടും. പക്ഷേ നമുക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ $100 വരണം, എന്നാലേ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിലാണ് പേയ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. പേയ്മെന്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ദിവസം ഇത് ചെയ്യണം. ഫസ്റ്റ് നിങ്ങൾക്ക് പേയ്മെന്റേ കിട്ടില്ല. നിങ്ങളുടെ വ്യൂസ് ചിലപ്പോൾ 50-60 ആയിരിക്കും. ഇപ്പം ഞാൻ വലിയൊരാളായതുകൊണ്ട് പറയണതല്ല, ഞാൻ
അത്രയും കാലമായിട്ട് ഈ ഒരു മേഖലയിലുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി ഒരു പോസ്റ്റ് നിങ്ങൾ ഇടണം. രാവിലെ എണീച്ചാൽ തന്നെ ഒരു ഗുഡ് മോർണിംഗ് ഇടുക. അതിനുശേഷം ഗുഡ് മോർണിംഗിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അത്രയും നല്ലത്. ആ ഫോട്ടോയിൽ നമുക്ക് പൈസ കിട്ടും. ഈ ഫേസ്ബുക്ക് എന്താണ് ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിരിക്കണം. സോ ഇപ്പം ഞാൻ ലൈവ് ചെയ്യുന്നില്ലേ, ഞാൻ ഇത്ര കാലം ലൈവേ ചെയ്തിട്ടില്ല. പക്ഷേ ഫേസ്ബുക്കിൽ പറയുന്നത് നമ്മൾ ലൈവ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ലൈവ് ചെയ്യാൻ എന്താ ഒരു കുഴപ്പമില്ല. നമുക്കിത് ഈ ലൈവ് ചെയ്താൽ നമുക്ക് കുറച്ച് ആളുകൾക്ക് നമുക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അത്രേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിലിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈവിൽ നിങ്ങളുടെ ലൈവ് ഒരാളും കാണണ്ട. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങളുടെ ലൈവ് നിങ്ങൾക്ക് ഒരാളും കണ്ട, പക്ഷെ ഫേസ്ബുക്ക് നിങ്ങളുടെ ലൈവ് കണ്ട്. ഫസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ലൈവ് നമ്മൾ ചിന്തിക്കോ, അയ്യോ ഞാനൊക്കെ ലൈവിന് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈവ് ആരാണ് കാണുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കല്ലേ? ഒരിക്കലും ആ ചിന്ത വേണ്ട. നിങ്ങളുടെ ലൈവ് ഒരു മനുഷ്യൻ പോലും കാണേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ലൈവ് ഇടുന്നത് തന്നെ നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ലൈവ് നമ്മൾ എത്ര നേരം ഇടുന്നോ നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് ഫേസ്ബുക്ക് തരും. നിങ്ങൾക്ക് അറിയണ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈ വയലേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരിനെ പറയണ രീതി, അങ്ങനെയുള്ള ഒരുപാട് വയലേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പറ്റില്ല. ഈ തെറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റില്ല. യൂട്യൂബിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പേയ്മെന്റ് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. നമ്മുടെ ചാനൽ തന്നെ പോകും. അപ്പോൾ അതിനൊരു കാര്യം ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഇന്ന് മുതൽ തന്നെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. പ്രൊഫഷണൽ മോഡ് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ആണെങ്കിൽ ചെയ്തു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡ് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, എനിക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി സാധാരണ ഫേസ്ബുക്കിൽ എനിക്ക് അവിടെ സമയം കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരോട് ഞാൻ ഇപ്പോൾ പറയുന്നതാണ്. കാരണം എന്താ പറയുക, ഇതിൽ നമുക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് ബിസിനസ്സിന് പോയാലും നിങ്ങൾക്ക് കിട്ടുന്നതും കാട്ടി ലാഭം ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾക്ക് അധികം അറിവേ ആവശ്യമില്ല. നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു ഈ ഫേസ്ബുക്ക് നിങ്ങൾ എടുക്കണില്ലേ, ഈ സംഭവം നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ അറിയില്ലേ, ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഫേസ്ബുക്കിൽ കുറച്ച് കാര്യങ്ങൾ തരും. ഓക്കെ, ആ വീക്കിലി ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. വീക്കിലി ടാസ്ക് പറഞ്ഞ നിസ്സാരമായിട്ടുള്ള കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ഒരു 4 പോസ്റ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഒരു 5 പോസ്റ്റും ചെയ്യാൻ വേണ്ടി പറയും. ആ 5 പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി. പിന്നെ അതിൽ ഒരു കമന്റ് വേണമെന്ന് പറയും, ഒരു സ്റ്റാർ വേണമെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടാസ്കുകളാണ് അവർ തരുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രത്തോളം ഇതിനുള്ള ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട് എന്ന് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യണത് ഫേസ്ബുക്ക്. ഓക്കെ, നിങ്ങൾ വെറുതെ നമുക്ക് ഒരാൾ വന്നൊരു പൈസ തരില്ലല്ലോ. അപ്പം നിങ്ങളൊരു ആദ്യം ഒരു ജോലിക്ക് പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ആ ജോലിയിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, ഈ പരിപാടി തന്നെയാണ് ഇത് രണ്ടിലുള്ളത്. ഫേസ്ബുക്കിലും യൂട്യൂബിലും സെയിം ആണ് കേട്ടോ. ഈ രണ്ടിലും ഒരേ പരിപാടിയാണ്. അപ്പം ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് കാര്യം. അപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, നിങ്ങളുടെ ഗാലറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഗാലറിയും ഏകദേശം അങ്ങനെ തന്നെ. ഞാൻ പറയാൻ കേട്ടാ, ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അത്രയും ഫുള്ളായിരിക്കും ചിലപ്പോൾ. ഇപ്പോഴാണ് സ്റ്റോറേജ് സ്പേസ് കൂടുതലായിട്ടുള്ള ഫോണുകൾ വരാൻ തുടങ്ങിയത്. 128 GB അതുപോലെ തന്നെ 512 GB ഒക്കെ വരാൻ തുടങ്ങിയത്. പണ്ട് കാലങ്ങളിൽ അതില്ല. അപ്പോൾ ഇപ്പൊ വരുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ഇത്തിരി സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി വ്യത്യാസം വന്നതുകൊണ്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുന്ന ഒരുപാട് ഫോട്ടോസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഗാലറി വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ജസ്റ്റ് ഒരു നമ്മളൊരു മുല്ലപ്പൂവോ അല്ലെങ്കിൽ ഒരു റോസാപ്പൂവിന് അല്ലെങ്കിൽ ഒരു കാക്ക നിൽക്കുന്നതോ എന്ത് കിട്ടിയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക, ജസ്റ്റ് ഒരു ക്യാപ്ഷൻ എഴുതുക, അപ്പം തന്നെ അത് പോസ്റ്റ് ചെയ്യുക. ഒരു ദിവസം ഒരു 3-4 പോസ്റ്റ്. നിങ്ങൾ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു 10 പേരെ 15 പേരെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി നല്ല പബ്ലിക്കിൽ ഇറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ലൈക്കും കാര്യങ്ങളും കിട്ടും. പക്ഷേ ക്രമേണ നിങ്ങൾക്ക് ലൈക്ക് കൂടി വരും. കാരണം ഇത് വെളിയിലെത്തും. വെളിയിൽ ആളുകൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിട്ടാലും നമുക്ക് ലൈക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു രീതിയാണ് ഈ ഫേസ്ബുക്ക് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, 4000 മണിക്കൂർ അല്ലെങ്കിൽ 3000 മണിക്കൂർ വാച്ച് ടൈമാണ്. നമ്മൾ 4000 മണിക്കൂർ നമ്മുടെ വീഡിയോ കണ്ടിരിക്കണം. ആ ക്രൈറ്റീരിയൻ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമല്ലേ. നിങ്ങൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരു മിനിറ്റ്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഗൈസ്, എനിക്ക് ഇതിൽ നിലവിൽ ഇവിടെ എനിക്ക് വെളിച്ചം ക്ലിയർ കമ്മിയാണ് വളരെ. ഇത്രയും പേര് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാത്തത്, ഈ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ കേരളത്തിലുള്ള ആളുകൾ, ഇപ്പം നമ്മൾ കുറച്ച് ആളുകൾ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്ത് സംസാരിച്ചാലും ഇല്ലേ, അവരെന്താ ചിന്തിക്കുകയെന്നറിയാം, അവരെന്തോ പറഞ്ഞിട്ട് പോകണമെന്നുള്ളൊരു ചിന്തയായിരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഇതിൽ ഇത്രയും പേരുണ്ടാവും. ഞാനൊന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ലൈക്ക് ബട്ടൺ അമർത്താൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് പോലും സമയം ആവശ്യമില്ല. പക്ഷെ ആളുകൾ എന്നാലും അത് ലൈക്ക് ചെയ്യില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ മനുഷ്യരല്ലേ, എനിക്ക് എന്താ അതിന് മറുപടി പറയുന്നത് എനിക്കറിയില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാവും. പക്ഷെ അവര് ലൈക്ക് ചെയ്യണം നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പല വീഡിയോകളും നമ്മൾ പറയണ്ട. പക്ഷെ നമ്മുടെ വീഡിയോസ് നമ്മൾ ലൈക്ക് ചെയ്യണം, നമ്മൾ അവർ അറിഞ്ഞു തരുന്ന ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ, അതുകൊണ്ട് നമുക്ക് 10 പൈസ കിട്ടില്ല. പക്ഷെ ഈ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും. ഈ ഒരു സംഭവമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇഷ്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യണത്. അല്ലാതെ ഈ ലൈക്ക് മറ്റുള്ളവരിന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല നമ്മൾ ലൈക്ക് ചെയ്യണതും. ഇല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ നമ്മൾ 2 പേര് ലൈക്ക് ചെയ്തു അല്ലെങ്കിൽ 10 പേര് ലൈക്ക് ചെയ്ത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടമാവുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷത്തിനാണ് ഈ ലൈക്ക് വേണം പറയണത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു തെറ്റുണ്ട്, നീ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്തിട്ട് പറയാം നിങ്ങൾക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വരും. ഞാൻ കുറേ കാലമായിട്ട് ആക്റ്റീവ് ആയിരുന്നില്ല. ഓക്കെ, ആക്റ്റീവ് ആകാത്തൊരു കാരണം കൊണ്ടാണ്. ഒരാൾ ഹായ് അയച്ചിട്ടുണ്ട്, മീനു പ്രശാന്തൻ, ഹായ്. ഒരാളെങ്കിലും ഹായ് അയച്ചല്ലോ, വളരെ സന്തോഷം. ഇപ്പൊ നമ്മള് വാച്ച് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നിലവിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ ലോണിന് ആവശ്യമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ലോൺ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള ലോൺസ് നമുക്കുണ്ട്. അത് ബാങ്ക് വഴിയാണെങ്കിൽ ബാങ്ക് വഴി, അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫിനാൻസുകളല്ലേ. ഇപ്പൊ സിവിൽ സ്കോർ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ റെഡിയാക്കി തരും. ഓക്കെ, മീനു പ്രശാന്തൻ അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ലോണിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കുക. ഇതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമുക്കത് ലോണിന്റെ പറയാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇത് വയലേഷൻ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതൊരു കാരണം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ദയവേത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതില് നിലവില് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ഇപ്പൊ റീൽസും ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ഇടുന്നില്ല, കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ കുറച്ചു കാലം മുമ്പ് ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ലൈക്ക് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 ലൈക്ക് 15 ലൈക്ക് കിട്ടും. അത് ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും അതിൽ 5 പേരും. അത് നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും 5 പേര് ലൈക്ക്
ഹായ്. നമ്മളൊരു വീടിന്ന് വലിയ വീടല്ലോ കേട്ടോ, സാധാരണപ്പെട്ട ആളുകളാണ്, അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് പോയത്. ഓക്കെ, ഇപ്പൊ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കമന്റ് അയച്ചു മീനു, നിന്റെ ഒരു സപ്പോർട്ട് അങ്ങനെ ഉണ്ടല്ലോ, വളരെ സന്തോഷം. ഇത്ര ആളുകൾ കണ്ടിട്ടടക്കം നമ്മൾ ഒരു എന്താന്ന് പറയുക, അതാണ് ഒരു മനുഷ്യന്മാര് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കിയോ. കാരണം നമ്മളുടെ അടുത്ത് ഇപ്പോ എന്താ പറയാ, നമുക്ക് 5000 ഫോളോവേഴ്സ് അല്ല 20,000 ഫോളോവേഴ്സ് ഉണ്ടായാലും കാര്യമൊന്നുമില്ല. അവർക്ക് നമ്മൾ ഇഷ്ടമാവണം. ഇതിപ്പോ എന്തിനാണ് ഫോളോ ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ ഫോളോ ചെയ്ത ആളുകൾ ഒരു മനുഷ്യൻ പോലും നമ്മളെ വീഡിയോ കാണാനോ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഇല്ല. ജസ്റ്റ് വെറുതെ ഫോളോ ചെയ്യുക, പോവാന്നല്ലാതെ ഒരു ഇതില്ല. അപ്പോൾ ഇനി ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ലൈവിൽ ചില സമയങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കോ യൂട്യൂബ് ചാനലുകളോ ഇല്ലെങ്കിൽ അങ്ങനെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നോട് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അതിനോട് ഞാൻ മറുപടി പറയുന്നതായിരിക്കും. ഓക്കെ, പിന്നെ സ്വന്തമായിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കി ചെയ്യണം എന്നുള്ളത് പറഞ്ഞാൽ എൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ എന്ന് പറയുന്നത് എനിക്ക് മൾട്ടിമീഡിയ അനിമേഷൻ ഞാൻ പഠിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ ഉള്ള ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എഡിറ്റിങ്ങും ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, പിന്നെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സോങ്ങുകളൊക്കെ അവര് ബുദ്ധിമുട്ടാണ്, മനസ്സിലായില്ലേ? ചില സോങ്ങുകൾ വന്നിട്ട് നമുക്കിതിൽ ഇതാവില്ല. ഇതിലിപ്പോ ഗൈസ് നമുക്ക് ഒരു വീഡിയോ ഇട്ടതിന് നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്രയും എനിക്ക് വരുന്നുള്ളത് ഞാൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല. ഞാനൊരു മയോണൈസിന്റെ വീഡിയോ ഇട്ടതിൽ എനിക്ക് ഒരു 3 ലക്ഷം വ്യൂസ് എനിക്ക് അതിൽ വന്നിട്ടുണ്ട്. സോ അതെനിക്ക് വളരെ ഒരു ഇഷ്ടമായി തോന്നി. കാരണം നമ്മളൊക്കെ വീഡിയോ ഇട്ടാലും ആളുകൾ കാണാനുണ്ടല്ലോ എന്നൊരു വിശ്വാസം വന്നിട്ടുണ്ടായിരുന്നു. രേഖ രാജേഷ്, വെൽക്കം ടു സ്ട്രീം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ കുട്ടി, അല്ലാതെ വെറുതെ വന്നിട്ട് കാര്യമൊന്നുമില്ല. വാച്ചിങ് കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമുക്ക് ആരൊക്കെ കാണണ്ടെന്നുള്ളത്. ഓക്കെ, ഇതില് ഞാൻ കാണിച്ചു തരാട്ടോ, ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, അത്യാവശ്യം വ്യൂസ് പറഞ്ഞ ഒരു 10 ആൾക്കാരൊക്കെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ പോകാൻ വേണ്ടിയിരുന്നു. പക്ഷെ പിന്നീട് വന്ന സമയത്ത് എനിക്ക് എന്തൊരു ഇഷ്ടം തോന്നിയെന്നറിയോ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്റെ വീഡിയോസ് എടുത്തിട്ട്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു മയോണൈസിന്റെ വീഡിയോ, ഒരു മിനിറ്റ്, ഞാൻ ഈ വേറെ ഫോൺ ഉണ്ട് എനിക്ക്, അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, മയോണൈസിന്റെ വീഡിയോ കണ്ടോ നിങ്ങൾ? മനസ്സിലോട്ട് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. അയ്യോ സോറി, ഒരു മിനിറ്റ്. ഇതാണ്ടോ മയോണൈസിന്റെ വീഡിയോ? ഇതൊരു വെളിച്ചമായതുകൊണ്ട് ഈ മയോണൈസിന്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടോ, 3 ലക്ഷത്തി സംതിങ് വ്യൂസ് നമുക്ക്, 3,12,000 വ്യൂസ് നമുക്ക് ഇതിൽ ഈ ഒറ്റ വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ആളുകൾക്കും ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് മാത്രമല്ല, ഇപ്പൊ ആർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇത്ര കാലം ചെയ്യാതെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് 2 വീഡിയോസ് ഇട്ടതിന് എനിക്ക് ഇത്രയും ലൈക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നിങ്ങൾ നോർമലായിട്ടുള്ള അക്കൗണ്ട് മാറ്റിയിട്ട് നിങ്ങൾ പ്രൊഫഷണൽ മോഡിലേക്ക് മാറുക, എന്നിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ലൈവ് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകളൊന്നും ഈ ലൈവ് കാണണമെന്നൊന്നുമില്ല. എന്നാലും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് എന്താ പറയാ, നമ്മൾ ഈ എന്താ പറയുക വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നെഗറ്റീവ് വന്നിട്ടുള്ള
ഇത് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ഒരുപാട് ആളുകൾ നമുക്ക് സപ്പോർട്ടിന് വേണ്ടി വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്യാന്നുള്ളൊരു രീതിയിൽ വരുന്നത്. ഏട്ടാ ലൈവ് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകട്ടോ. ഓക്കെ, ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഞാൻ ആ ഫസ്റ്റ് ടൈമാണ് ലൈവ് വരുന്നത്. എന്നെ അറിയുന്ന ആളുകളാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. ഒരുപാട് ആളുകൾ ഞാൻ സ്റ്റുഡിയോ പണി വർക്ക് ചെയ്യണ സമയത്ത് എന്നെ എവിടെ നിന്നൊക്കെയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എന്നെ ലൈക്കും ഫോളോവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് പിന്നെ സത്യസന്ധമായിട്ട് എന്നെ എന്തെന്നേ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നത്. ലൈവ് എനിക്ക് ഇടയ്ക്ക് വരുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുള്ളത് മറ്റുള്ളവർ കാണട്ടെ എന്ന് കൊണ്ടാണ്. അപ്പോൾ ലൈവ് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞതാണ് എനിക്ക് മതിയായി. ഞാൻ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കില്ല, ഒരു മനുഷ്യനൊന്നും ചോദിക്കില്ല ലൈവിന് വന്നിട്ട്. അപ്പൊ പിന്നെ ഫേസ്ബുക്കിന്റെ നമുക്ക് പോളിസിയിൽ നമുക്ക് എല്ലാം ചെയ്യണം, ലൈവും ചെയ്യണം. ഇതിപ്പോ ഒരു ഇഷ്ടം, ഇപ്പൊ നമ്മൾ 5000 ഫോളോവേഴ്സോ അല്ലെങ്കിൽ 7000 ഫോളോവേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ വേണം മെയിനായിട്ട്. അതിലാണ് അവിടെ വിജയം. കാരണം ഒരു 500 പേര് കണ്ടാലും 1000 പേര് കണ്ടാലും നമ്മുടെ വീഡിയോസ് കണ്ടാലടക്കം ആളുകൾ ലൈക്ക് ചെയ്യില്ല. എന്നറിയോ, നമ്മുടെ സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. വെളിയിലുള്ള ആളുകൾ, നമ്മളെ ജീവിതത്തിൽ അറിയാത്ത ആളുകൾ നമ്മളെ സൂപ്പറായിട്ട് ലൈക്ക് ചെയ്യുകയെല്ലാം ചെയ്യും. നമ്മുടെ കൂടെയുള്ള ആളുകൾ ഒരു മനുഷ്യന്മാർ പോലും ലൈക്ക് ചെയ്യില്ല. എനിക്ക് 3.5 ലക്ഷം അല്ലെങ്കിൽ 3,12,000 വ്യൂസിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ എന്റെ 5300 ഫോളോവേഴ്സ് മുമ്പ് ഉള്ളതിൽ ഏകദേശം എനിക്കൊരു 10,000-3000 ആൾക്കാരിനെ ഏകദേശം അറിയും. ആ 3000-ൽ ഒരു മനുഷ്യൻ പോലും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. അതിലൊരു 10 പേരോ അല്ലെങ്കിൽ 20 പേരോ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒരാളും ലൈക്ക് ചെയ്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവരെ നോക്കിയിട്ട് കാര്യമേ ഇല്ല. ഓക്കെ, ഇനിയുള്ള കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. അതിൽ വന്നിട്ട് നിങ്ങൾ എന്താ പറയുക, അയ്യോ നാളെ തുടങ്ങാം, മറ്റന്നാളെ തുടങ്ങാം, അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു പ്രൊഫഷണൽ മോഡ് നിങ്ങൾ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ വരുമാനം കിട്ടും. ഇതിൽ വീട്ടിലിരിക്കണ വീട്ടമ്മമാരോ ഇല്ലെങ്കിൽ അവർക്ക് എന്താ അറിയണം, ജസ്റ്റ് അവർ കുക്ക് ചെയ്യണതിന് മൊബൈൽ കൊണ്ട് അവിടെ വെച്ചാൽ മതി. ജസ്റ്റ് മൊബൈൽ കൊണ്ടൊന്ന് വെച്ചാൽ മാത്രം മതി. ഇനി വേണ്ട, നിങ്ങൾ ലൈവ് ഓൺ ചെയ്യുക. ലൈവ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൊബൈൽ വെക്കുക. അതിന്റെ സൈഡിൽ ഈ എന്തെങ്കിലും സ്റ്റാൻഡ്, നിങ്ങളുടെ മുഖം കാണിക്കാൻ നിങ്ങൾക്ക് മടിയാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റാൻഡോ എന്തെങ്കിലും ഒരു സാധനത്തിൽ വെച്ചിട്ട്, ഇനിയിപ്പോൾ അതിനുവേണ്ടി സ്റ്റാൻഡ് പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു സാധനത്തിൽ വെച്ചിട്ട് നിങ്ങൾ മൊബൈലിൽ അവർ കുക്കിംഗ് ചെയ്യണ ആ ഒരു ഭാഗത്ത് വെക്കുക. ലൈവ് ഓടിക്കൊണ്ടിരിക്കും. ഇതിൽ നിങ്ങൾക്ക് എൻഗേജ് കൂടുതലായിട്ട് വരും. അതേപോലെ തന്നെ അധികം നിങ്ങൾക്ക് വ്യൂസും ഒരു ദിവസം ഇടുന്ന സമയത്ത് നമുക്ക് ആരും കാണില്ല, നിങ്ങൾക്ക് വേറെ പണിയില്ല എന്നുള്ള കമന്റ് വരും 100%. അപ്പൊ നിങ്ങൾ തളരാതെ മുന്നോട്ട് പോവുക. എനിക്ക് വേറെ പണിയില്ല, ഇത് തന്നെയാണ് പണിയെന്ന് തിരിച്ചു പറയുക, എന്നിട്ട് തുടങ്ങുക. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കാം. അത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയാം. ഇപ്പം എന്തെങ്കിലും കണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം ഞാനൊരു രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയിൽ ചേരാന്നുള്ളൊരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഇത്ര സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ ഒരു രാഷ്ട്രീയത്തിൽ ചേരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു രാഷ്ട്രീയത്തിൽ ചേരാമെന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് പാർട്ടിയിൽ എനിക്ക് ചേരണം എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിയുന്നില്ല. കാരണം അറിയാലോ, ഇപ്പം ഞാനിപ്പോൾ ഒരു BJP പാർട്ടിയായിട്ട് ചേരാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയും. ഈ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും വളരെ മോശമായി പറയും. സെയിം നമ്മൾ കോൺഗ്രസിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഇതേ പരിപാടി തന്നെ. ഈ BJPനെയും കമ്മ്യൂണിസ്റ്റിനെയും വളരെ മോശമായി പറയുന്നു. ഇനി കമ്മ്യൂണിസ്റ്റിന്റെ അടുത്തേക്ക് പോണ സമയത്ത് അവരിനെയും രണ്ടാളിനെയും അതേപോലെ തന്നെ പറയും. അപ്പൊ നമ്മൾ ഏത് പാർട്ടിയിൽ പോകുന്നുള്ളത് നമുക്കേ അറിയാത്തൊരവസ്ഥയാണ്. കാരണം ഇനി ഇലക്ഷൻ വരാൻ പോകണം. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത്, നമ്മൾ പാർട്ടിക്കാരനെയൊക്കെ പലതും പറയായിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്ക് ഈ പാർട്ടിക്കാരെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, പക്ഷെ അവര് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് അനുഭവിച്ചവർക്ക് അറിയുള്ളൂ. നമ്മളിപ്പോ ഇപ്പൊ തന്നെ ഞാനിവിടെ എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ മരിച്ച സമയത്ത് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു പാർട്ടിക്കാരമാണ്, അതായത് ഇവിടുത്തെ മെമ്പറിന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക്
അത് തന്നെ 10 ദിവസമായിട്ട് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പം നമുക്ക് നേരിട്ട് പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല, ഈ മെമ്പറിൻ്റെ ഒപ്പ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ആവശ്യമാണ്. കാരണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്ന വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല എല്ലാ ആളുകളും. അപ്പോൾ ഞാൻ നിലവിൽ കുറച്ചു കാലത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് BJP കുറച്ചു കാലം പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും BJP പോയി. ഇത് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല, ഞാൻ പോയി. അവിടെ ശാഖയും പിന്നെ നമ്മൾ ടവസറൊക്കെ ഇടണം. ഇതിന് എന്താ പറയുക, അതിൻ്റെ ശാഖയിൽ നമ്മൾ എന്താ ചെയ്യില്ലേ, പരേഡൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ, അതിന് ടവസർ ഇടണം. അതൊരു കാരണം കൊണ്ട് ഞാൻ നിർത്തി. കാരണം എനിക്ക് ഇത്രയും വലിയ ആളുകൾ ടവസർ ഇട്ടിട്ട് ചെയ്യുക പറഞ്ഞാൽ ഇപ്പം പാൻ്റാക്കിയിട്ട് തോന്നുന്നു, എനിക്കറിയില്ല. കുറച്ചു കാലം മുമ്പാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അത് ടവസറാക്കി മാറ്റി. അപ്പോൾ ടവസർ എനിക്ക് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇടുമ്പോൾ എനിക്കൊരു മടി, അല്ലാതെ എനിക്ക് പാർട്ടിന് ഇഷ്ടമില്ലാന്നതല്ല കേട്ടോ ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. ഈ ടവസർ ഇടണ്ടേ എന്നൊരു കാര്യം കൊണ്ടാണ്. വെള്ള ഷർട്ടും നമ്മൾ ടവസറാണ് ഇടേണ്ടത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എനിക്കൊരു മടി തോന്നിയതുകൊണ്ട് ഞാൻ NCC തന്നെ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. NCC ഞാൻ ഏകദേശം പഠിച്ചു. എല്ലാവർക്കും പാൻറ്, എനിക്ക് മാത്രം പാൻറ് കിട്ടിയിട്ടില്ല. നമ്മുടെ ഇവിടെ എൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അത് തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഈ ടവസറും വെള്ള ഷർട്ടും നിങ്ങൾ ഇടണം നിർബന്ധമായിട്ട്. പിന്നെ ഒരുപാട് നമുക്ക് എന്താ പറയുക, ട്രെയിനിങ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ്. വ്യായാമവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാർട്ടിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് BJP. അപ്പോൾ ഞാൻ വീണ്ടും ചെയ്യാന്നൊക്കെ വിചാരിച്ചു, പിന്നെ വേണ്ട, എൻ്റെ ഒരു ഫീൽഡ് അതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അത് കഴിഞ്ഞതും ഈ പാർട്ടിയിൽ കൊണ്ടുപോയ വ്യക്തി, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് തന്നെ പറയണം, കാരണം ഞാൻ ഒരു പേര് പറയുന്നില്ല, പിന്നെ ആർക്കും നമ്മളുടെ കാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്നുകൊണ്ട് ഞാൻ പേര് പറയാത്തത്. ആ വ്യക്തി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്ന് നേരെ വേറെ പാർട്ടിയിലോട്ട് മാറി. ആ പാർട്ടിയുടെയാണ് കോൺഗ്രസ് പാർട്ടി. ഓക്കെ, ഈ കോൺഗ്രസ് പാർട്ടി പോയപ്പോൾ ഇപ്പോൾ നമ്മൾ ഏത് നാട്ടിലും ഒരാളുണ്ടാവും നമ്മളെക്കാട്ട് അറിവുണ്ട് എന്നുള്ളത് രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ ഏത് നാട്ടിലും ഉണ്ടാവും. അവര് നമ്മളെക്കാട്ടും ഇപ്പം നമ്മൾ ഒരു 10 ദിവസം ന്യൂസ് ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ന്യൂസിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരു 10 ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ ബുക്കിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇങ്ങനെ അറിയുന്ന കാര്യങ്ങൾ നമ്മളോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും അറിയില്ല. അപ്പൊ നമ്മളെന്ത് ചിന്തിക്കും, ഇവരാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ അവരുടെ വാക്കും കേട്ട് നമ്മൾ അടുത്ത പാർട്ടിയിലേക്ക് മാറി. ആ പാർട്ടിയാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ എന്താ പറയുക, ഒരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറയണതല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ ഇനി പ്രവർത്തിക്കാത്ത ഇതില്ല. ഇവിടെ രാജേഷ് മുരളി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോടാ. എൻ്റെ ഫ്രണ്ടും വഴികാട്ടിയായിരുന്ന രാജേഷ് മുരളിയാണ് ഇപ്പോൾ എൻ്റെ ലൈവ് വാച്ച് ചെയ്യുന്നത്. താങ്ക് യു. അറിയാണ്ട് വന്ന് പെട്ടതായിരുന്നു എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക്ക് പറഞ്ഞുതരാം. കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പിന്നെ വന്നു. കോൺഗ്രസ് പാർട്ടിയിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ഒരു നാട്ടിൽ നമ്മൾ ഏത് ഭാഗത്താണ് നമ്മൾ ഇരിക്കുന്നത്, ഓരോ ഭാഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗത്ത് 3 രീതിയിലുള്ള പാർട്ടികളുള്ളത്. അപ്പോൾ നമ്മുടെ എൻ്റെ സൈഡിലുള്ള സ്ഥലത്ത് ഉള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് ആണ്. പൊതുവെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സ് കൂടുതലായിട്ട് കോൺഗ്രസിലാണെന്നുണ്ടെങ്കിൽ നമ്മളും കോൺഗ്രസിലാണ്. ഈ കോൺഗ്രസ് എന്താണെന്ന് എനിക്കറിയില്ല, ഈ പാർട്ടിയിൽ എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും ഒരു തേങ്ങ എനിക്കറിയില്ല, സത്യസത്യം പറയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എന്നാ പിന്നെ നിങ്ങൾ കോൺഗ്രസ് അല്ലേ, ഞാനും കോൺഗ്രസ് തന്നെയെന്ന് പറഞ്ഞിട്ട് ഞാനും കോൺഗ്രസ് ആയി. ഞാൻ കോൺഗ്രസ് ആയപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പിള്ളേർ നടക്കണ്ടായിരുന്നു, ഇവരും കോൺഗ്രസ് ആയി. മൊത്തം അവിടെ ഒരു 10-20 പേര് കോൺഗ്രസ് ആയി മാറി. അങ്ങനെ ഞങ്ങൾ പരിപാടികൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകാനുള്ള ഇത് തുടങ്ങി. എല്ലാ പരിപാടിക്കും നമ്മൾ പോയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, ഏകദേശമുള്ള പരിപാടികൾക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അടക്കം, നമുക്ക് വണ്ടി, പെട്രോള്, ഭക്ഷണം, എല്ലാ പരിപാടിയും ഈ കോൺഗ്രസ്സുകാർ നമുക്ക് റെഡിയാക്കി തരും. നമുക്ക് പോവുക, പരിപാടികൾ കാണുക, എല്ലാം ചെയ്യുക, ഒക്കെ ചെയ്യാം. പക്ഷെ ഇതിൽ എന്താ ഒരു പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഈ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ എനിക്കുണ്ടായില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയിൽ ഞാൻ പോയിട്ടേ ഇല്ല.
പക്ഷെ എൻ്റെ അച്ഛന് ബ്ലഡ് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അച്ഛന് ബ്ലഡ് ആവശ്യം എന്ന് പറഞ്ഞു. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അതായത് ഞങ്ങൾ ബ്ലഡ് ആവശ്യമുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവരിവിടെ വന്ന് ആളിനെ നോക്കി ആളിനെ കൊണ്ടുപോയി ബ്ലഡ് എല്ലാം കൊടുത്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവിട്ടു. ഇത് നമ്മുടെ ഇന്ന് പൈസ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇത് കോൺഗ്രസ് പാർട്ടിക്ക്, ഞാൻ ഇരിക്കുന്ന വാർഡ് കോൺഗ്രസ് പാർട്ടിയുടെ വാർഡാണ്. ഓക്കെ, ഈ വാർഡിൽ ഇരുന്നു കൊണ്ടാണ് എന്താ പറയുക ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആര്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിട്ട് ഇങ്ങനെ ചെയ്തു. ഞാനിവിടെ ഇല്ലാത്തൊരു കാരണം കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൽ നമുക്ക് അറിയപ്പെടുന്ന ഒരു ഏട്ടനുണ്ട്. അപ്പൊ ആ ഒരു ഏട്ടന്റെ നേതൃത്വത്തിലാണ് അവരൊന്നും ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരി, ഓക്കെ, അത് നമുക്ക് വിഷയമില്ല. പക്ഷെ എന്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഇവര് ഇത്രയും നമ്മള് ഈ ഷീബ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഷീബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഈ ലൈവ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണും. ഇത് ഇപ്പൊ ലൈവിൽ കാണില്ലായിരിക്കും. ലൈവ് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസമാണെങ്കിലും ആളുകൾ ഇത് കുറച്ചങ്ങൾ ഇത് കാണും. അപ്പൊ അവരത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇവരാരും വന്നില്ല. പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടി പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെ കൊണ്ടാവില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് ആളുകളും കൂടി ചേർത്തുന്നതാണ് നമുക്ക് പാർട്ടി പറയണത്. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, എനിക്കൊരു പ്രശ്നം നടന്ന സമയത്ത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് വന്നു. പിന്നെ ഒരു മാമൻ ഒരു കാലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ വിളിച്ചു. മാമനും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണുള്ള ആളാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ആളിന് കിട്ടാത്തതുകൊണ്ട് എന്നെ വിളിച്ചാണ്. ഞാൻ പറഞ്ഞു സൂപ്പറായി, നമുക്ക് വിഷയമൊന്നുമില്ല, ഞാൻ വരാം, ഇവിടുത്തെ ഒരു നേതാവിനെ വിളിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ വിളിക്കുന്ന സമയത്ത് ഒരു നേതാവും ഇല്ല. ഏതൊക്കെ നേതാവിനെ വിളിച്ചോ ആ നേതാവിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നേതാക്കന്മാര് വരില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നം വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പാർട്ടിനെ വെറുക്കാനുള്ള കാരണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, ഈ ഷീബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ ഷീബന്റെ ഒരു സ്റ്റിക്കർ എന്റെ ഹെൽമെറ്റിന്റെ മേലെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒട്ടിച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം നമ്മൾ കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ നിന്നിട്ടുണ്ട്. ആ കോൺഗ്രസിന്റെ പാർട്ടിന്റെ ഈ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ വണ്ടിയിൽ പോണ സമയത്ത് വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിൽ ഈ പാർട്ടിയിൽ ഒരുപാട് ഗ്രൂപ്പ് നമ്മുടെ നാട്ടിൽ തുടങ്ങി. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്, ഡി ഗ്രൂപ്പ് ഉണ്ട്. ഇത്രയും ഗ്രൂപ്പ് ഒരു പാർട്ടിയിൽ തുടങ്ങേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കേ മനസ്സിലായിട്ടില്ല. ഇത്രയും ഗ്രൂപ്പ് നമ്മൾ ഒരു പാർട്ടിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കാനാണല്ലോ പാർട്ടി ഉണ്ടാക്കണത്. ഈ പാർട്ടിന്റെ ഉള്ളിൽ തന്നെ 10 ഗ്രൂപ്പ് എന്തിനാണ് ഉണ്ടാക്കണത്? ഈ നമ്മൾ കടമ്പടി, എന്റെ വീട്ടിൽ ചിറ്റലഞ്ചേരിയിൽ നിന്ന് കടമ്പടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ഗ്രൂപ്പ്, ചിറ്റലഞ്ചേരിയിൽ ഒരു ഗ്രൂപ്പ്, ഇനി കാത്താമ്പറ്റ ഭാഗത്തേക്ക് പോകുമ്പോൾ വേറെ ഗ്രൂപ്പ്. ഇതിന് എല്ലാവർക്കും ഓരോ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ മിണ്ടില്ല. ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ പിന്നെ ജനങ്ങൾ എങ്ങനെയാണ് വന്നിട്ട് നമുക്ക് ചേരാൻ പറ്റുക? നമ്മൾ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളും ഒരു പാർട്ടിയായിട്ട് തന്നെ നിൽക്കണം. ഇപ്പൊ ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ പ്രവർത്തിക്കാനൊന്നും പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന് പറയാഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് ബ്ലഡ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. അല്ലാതെ ഞാൻ ഇപ്പൊ ആ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോയാലേ എനിക്കറിയുള്ളൂ ആ പാർട്ടിയിൽ എന്തൊക്കെയാണ് നല്ലതാ കെട്ടതെന്നുള്ളത്. എനിക്ക് പ്രവർത്തിക്കാൻ പോയാൽ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഞാൻ അത് പരീക്ഷിക്കാത്തൊരു പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആണ്. ഇപ്പോൾ 2 പാർട്ടി ഞാൻ കഴിഞ്ഞു. ഓക്കെ, ആ ഫസ്റ്റിലുള്ള പാർട്ടിയിൽ BJP പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഒരിക്കലും എതിര് പറയുന്നില്ല. കാരണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ടവസറിന്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. അത് ചെയ്യാതിരിക്കാൻ അതിന് പറ്റൂല. അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊന്നും ചെയ്യാൻ, എനിക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അത്ര ഇതായില്ല, അതുകൊണ്ട് ഞാൻ വന്നു. പിന്നെ ഈ ഒരു പാർട്ടിയിൽ ശരിക്കും സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിയിൽ ഞാൻ വരാനുള്ള കാരണം ഇതാണ്. ഈ ഒരു പാർട്ടിയിൽ നിന്ന് വരുമെന്നല്ല, ഞാനിപ്പോൾ ആ പാർട്ടിയിൽ വലിയ ആളായിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കൊരു പാർട്ടി ഇഷ്ടമില്ലാണ്ടാവാനുള്ള കാരണം എല്ലാവർക്കും ഉണ്ടാവില്ല. വെറുതെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ഞങ്ങൾ പോവില്ല. അപ്പൊ അങ്ങനത്തെ എനിക്കൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ എൻ്റെ അച്ഛൻ മരിച്ചിട്ടടക്കം ഇവിടെ കണ്ണേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. ആള് രാഷ്ട്രീയത്തിലുള്ള ആൾ തന്നെയാണ്. ആള് വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് സന്ദർശിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 പ്രാവശ്യം കണ്ണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ടൊക്കെ നമുക്ക് ഞാൻ പാർട്ടിനെയാണ് എനിക്ക്, അതായത് പാർട്ടിയിലുള്ള എല്ലാവരും നമുക്ക് വെറുക്കാൻ കഴിയില്ല. പാർട്ടിയിലുള്ള കുറച്ച് നല്ല ആളുകളുണ്ട്. അപ്പോൾ അവര് നമ്മളെപ്പോഴും ഇഷ്ടപ്പെടും.
അത് 100%. ഓക്കെ, പാർട്ടിയിൽ ഇല്ലാത്ത ആളുകളോട് നമുക്ക് പാർട്ടിയിലുള്ള ആളുകളോട് നമുക്ക് എല്ലാവരോടും നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അതാണ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. പൊതുവെ നമ്മുടെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ആളുകളാണ് വളരെ മോശമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരോടുള്ള ഒരു എന്താ പറയുക ഇഷ്ടക്കുറവ് നമുക്ക് ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പോകാനുള്ളൊരു കാരണമായി. അവരോടുള്ള ഇഷ്ടക്കുറവ് എന്നല്ല, നമുക്ക് ഫേക്കായി സംസാരിക്കുക, നമ്മൾ എന്താ പറയുക നമ്മൾ സത്യസന്ധമായിട്ടുള്ള സംസാരിക്കുന്ന ആളുകളോട് നമുക്ക് ഒരുപാട് കാലം എന്താ പറയുക തുടർന്ന് നിൽക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു നുണ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാളിന് ഒരു നുണ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറയുക നുണ പറയുന്നുണ്ടോ അല്ലെങ്കിൽ സത്യമാണോ എന്നുള്ളത്. 2 പ്രാവശ്യം നിങ്ങളുടെ ഒരാൾ വന്ന് സംസാരിച്ചു എന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവർക്കത് മറന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് വേറെ ഒരു ചിന്തയും ഇല്ല. ഇവരെന്താ പറയുന്നത് അത് കേൾക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് മൈൻഡിലുണ്ടാവും ഇതേ കാര്യം തന്നെ അടുത്ത പ്രാവശ്യം വന്നിട്ട് ഇതല്ലാന്ന് അവര് തന്നെ പറയും. അപ്പൊ ഇതാണ് രാഷ്ട്രീയത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കും, ഇവനന്ന് അതല്ലേ പറഞ്ഞത്, ഇപ്പൊ വന്നിട്ട് എന്താ ഇങ്ങനെ പറയണത് എന്ന് ചിന്തിക്കും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, രാഷ്ട്രീയത്തിൽ നല്ല ആളുകളുണ്ട്, അതുപോലെ തന്നെ അതല്ലാത്തവരുണ്ട്. അപ്പൊ നമ്മള് ഒരാളിനെ വിശ്വസിച്ചിട്ട് മാത്രം നമ്മൾ ഒരു പാർട്ടിയിൽ കയറാൻ പാടില്ല. 100% ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു അനുഭവത്തിൽ പറയാണ്, ഒരാളിനെ വിശ്വസിച്ചിട്ട് മാത്രം നമ്മൾ ഒരു പാർട്ടിയിൽ കയറാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100% നമുക്ക് ആ പാർട്ടിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആ പാർട്ടിയിൽ പോയിട്ട് നമ്മുടെ ഒരു രീതി, ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമാണ് എനിക്ക് ആ പാർട്ടിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പാർട്ടിക്ക് ഏത് പാർട്ടിയിൽ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആളുകളും പല രീതിയിലുള്ള പാർട്ടിയാണ്. ഇപ്പോൾ BJPന്റെ അടുത്ത് അവർ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവർ കേന്ദ്രത്തിന്റെ അവിടെയുള്ള കഥകൾ മുഴുവനായിട്ടുള്ളത് എൻ്റെ അടുത്ത് ഇവിടെ പറയും. എനിക്കതൊന്നും അറിയില്ല, കാരണം എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സോറി കേട്ടാ, കുറച്ച് ചുമയെ കൊണ്ട് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ ലൈവ് കാണുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യട്ടെ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എത്ര എൻ്റെ അടുത്ത് വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദയവ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ പറയാ ഞാൻ ഏത് പാർട്ടി ആരോട് പോയി ചോദിക്കണം എന്നുള്ളത് എനിക്കറിയുന്നില്ല, സത്യസന്ധമായി പറയണം. ഇപ്പൊ പാർട്ടിയിൽ ചേരുക പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയണോ ഒരു മെമ്പർഷിപ്പ് കാർഡ് ഉണ്ട്, ഇത്ര കാലം മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷമാണ് നമുക്കതിൽ അങ്ങനെ എങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അതുവരെ പോയിട്ടില്ല മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ആളുകൾ പറയണത് കോൺഗ്രസിലാണെങ്കിൽ ഇപ്പൊ മെമ്പർഷിപ്പ് ഉണ്ടോ എന്തെന്ന് എനിക്കറിയില്ല. അതിന്റെ തൊട്ടടുത്ത പാർട്ടി BJPയിലും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എനിക്കൊരു പാർട്ടിയിൽ എന്തായാലും ചേരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ആ പാർട്ടി നമുക്ക് എന്താ പറയുക, ഞാൻ ഏത് പാർട്ടിയിൽ ചേരുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു പാർട്ടി മുഖാന്തരം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഞാൻ പോയിട്ട് എന്തെങ്കിലും ഒരു ചോറ് കൊടുത്തെന്ന് വെച്ചാൽ, ഇപ്പൊ ചോറോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഞാൻ മേടിച്ചിട്ട് ഒരു പാവത്തിന് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലല്ലേ നേരെ എന്നെ കൊണ്ടുപോയി കേസിലോ ജയിലിൽ കൊണ്ടിടും. അതേ മറിച്ച് പാർട്ടി മുഖാന്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും സംഭവിക്കില്ല. അത് അവരുടെ വയറിനാണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് പാർട്ടി പറയും. അത് ഈ പാർട്ടി എന്നല്ല, ഏത് പാർട്ടി അങ്ങനെ തന്നെ ആയിരിക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ ഒരുപാട് ആളുകൾ നമ്മളെ ഒരു പാർട്ടിനെ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ വിജയ് പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ വിജയ് പാർട്ടി ഇല്ല. നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ എൻ്റെ അടുത്ത് പറയുക. കാരണം ലൈവ് കാണുന്ന ചേട്ടാമാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. കാരണം എനിക്ക് എന്താ പറയാ എൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലൈവിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള പാർട്ടികൾ ഏതാണെന്നുള്ളത് എനിക്ക് ഇപ്പൊ ആകെ എനിക്ക് അറിയുന്നത് 3 പാർട്ടി നമ്മുടെ കേരളത്തിലുള്ളതാണ്. പിന്നെ DMK എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള പാർട്ടികളുണ്ട്. ഇപ്പൊ വിജയന്റെ പാർട്ടി ജയിക്കുന്ന ഒരുപാട് ആളുകൾ അവന്റെ ഫാൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബേസിക്കലി എനിക്ക് വിജയന് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതിപ്പോ ആര് ജയിക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ മലയാള നടന്മാരൊക്കെ ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വിജയും ചിലപ്പോൾ ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്.
അപ്പൊ ആര് ജയിച്ചാലും ഒരു പരീക്ഷണം തന്നെയാണ്. നമുക്ക് അവർ ചെയ്യോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റുമൊന്നുമില്ല. ഇപ്പോ എന്റെ വീട്ടില് എന്റെ അച്ഛന് വയ്യാതെ കിടക്കുന്ന സമയത്ത്, ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയണത്, എന്റെ അച്ഛൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് നമുക്ക് ₹1 പോലും ഒരു സഹായമില്ല. എന്റെ കംപ്ലീറ്റ് സമ്പാദ്യം എന്ന് പറയണത് എന്റെ ഒരു 3.5 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ, എന്റെ സ്റ്റുഡിയോ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. 2016-18 ഒരു കോവിഡ് സമയങ്ങളിലാണ് എന്റെ അച്ഛന് വയ്യാതാവുന്നത്. ആ സമയത്ത് എനിക്ക് ഒരാൾക്ക് ഒരു ഹെൽത്തിന് പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് ഡയാലിസിസ് ഒന്നും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഷുഗറിന്റെ ഒരു കംപ്ലൈന്റ് ആയിരുന്നു, കാലിൽ ചെറുതായിട്ട് ഒരു പഴുപ്പ് വന്നിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു 3.5 ലക്ഷം രൂപ സർജറിയും കാര്യങ്ങളൊക്കെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യുക പറഞ്ഞാൽ, ഈ കോവിഡ് സമയത്ത് നമുക്ക് ഒരു പറമ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുള്ളതുണ്ട്. അപ്പൊ അത് നമുക്ക് കൊടുക്കാനുള്ള ഒരു അവസ്ഥയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളെ നമുക്ക് പൈസ തരാനും തയ്യാറില്ല. കാരണം ഹോസ്പിറ്റൽ കേസ് പറഞ്ഞാൽ അവർക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു പേടിയാണ്. അത് നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ ശരി, ഇനി ഫ്രണ്ട്സ് ആണെങ്കിൽ ശരി, ആർക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അച്ഛൻ നമുക്ക് രക്ഷിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാന് ഇവിടുന്ന് ഏകദേശം ഒരു 10-200 രൂപ എന്റെ കയ്യിലുള്ള സമയത്ത് ഇവിടുന്ന് എറണാകുളം പോയിട്ട്, ഞാൻ വലിയ ആളായതുകൊണ്ട് പറയുന്നതല്ല, എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയണത്. ഞാൻ അവിടെ പോയി ഒരു സ്റ്റുഡിയോയിൽ നമ്മൾ പോയി നിന്ന് കുറച്ചായിട്ട് നമ്മൾ കയറി വന്നിട്ട് ഒരു സ്റ്റുഡിയോ എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഒരു സ്റ്റുഡിയോയിൽ പോയി നിന്ന് മെല്ലെ നമ്മൾ സ്റ്റുഡിയോ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇട്ടു. അതൊരു 1.5 വർഷം 2 വർഷം കൊണ്ട് നമ്മൾ അതിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ ഒരു ഏകദേശം ഒരു വരുമാനമൊക്കെ എത്തിയതിനു ശേഷം, അത്ര ഒരു മീഡിയം വരുമാനം വരുന്ന സമയത്ത് ഈ സ്റ്റുഡിയോ നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥ വന്നു. അത് എന്തുകൊണ്ടാണ് കൊടുക്കണം എന്നറിയോ? നമ്മുടെ അച്ഛനെ വയ്യാത്തത് കൊണ്ടാണ്. കാരണം ഞാനത് അന്ന് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് ആളുകളോട് നമ്മൾ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പാർട്ടിക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി എല്ലാവരോടും എനിക്ക് അച്ഛനെ രക്ഷിക്കണം, എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വഴി ഉണ്ടെങ്കിൽ ചെയ്തു തരാൻ പറ്റുമോ എന്ന്. ഇത്രയും പാർട്ടിക്കാരും ഇവരൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ സ്വന്തമായിട്ട് നിലപാടെടുക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ പോണം ക്ലിയർ ആയിട്ട്. കാരണം മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നത് നിർത്തുന്നത് അന്നാണ് ഞാൻ. നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അതന്നെ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയട്ടെ, അതിൻ്റെ ഒരു ഉപദേശം ഫസ്റ്റ് ഉണ്ടാവും. ആ ഉപദേശത്തിൽ തന്നെ നിങ്ങൾക്ക് ഇനി അത് ചെയ്യണം എന്നുള്ള തോന്നൽ വരും. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പൊ എന്നിട്ട് അച്ഛന് ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്റ്റുഡിയോ വിറ്റു. എൻ്റെ സ്റ്റുഡിയോ വിറ്റ ആ പൈസയും കൊണ്ടാണ് അച്ഛന് ഓപ്പറേഷന് പൈസ കൊടുത്തത്. അപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കും ഒരു അച്ഛൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡിയോ വിറ്റിനോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല ചിന്തിക്കേണ്ടത്. അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതായത് ദിവസങ്ങളോളം നമ്മൾ ഇല്ലാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഒരു നിമിഷം കൊണ്ട് ആ സാധനം പോകുമ്പോൾ ഉള്ള വിഷമം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ, ഒരാൾ പൈസ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ വന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ജോലിക്ക് പോയിട്ട് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം പഠിക്കുന്ന ആളുകൾക്ക് ഇത് ഒരിക്കലും അറിയില്ല. ഓക്കെ, ഒരു എന്താ പറയാ, നിങ്ങളൊരു ജോലിക്ക് പോകണം, ആ ജോലിക്ക് പോയി നിങ്ങൾ പഠിക്കാനെല്ലാം കഷ്ടമുണ്ടില്ല ഞാൻ ഒരിക്കലും പറയുന്നില്ല. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള വരുമാനം കിട്ടുന്നവരൊക്കെ ഒക്കെയാണ്. പക്ഷെ വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഒരു ബിസിനസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് റണ്ണിങ്ങിൽ കൊണ്ടുപോയി അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഒരാൾ സപ്പോർട്ടേ ഉണ്ടാവില്ല. ഈ ബിസിനസ് നമ്മൾ കയറിക്കഴിഞ്ഞ് നമ്മളൊരു സക്സസ് ആയാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ ആളുകൾ വരുള്ളൂ. അതുവരെ നമ്മളെ ഒരു നായിനെ പോലെ വരും ചിലപ്പോൾ ആൾക്കാർ വിലമതിക്കില്ല. മനസ്സിലായില്ല? അത്രയും ദൃശ്യ ശിവദാസ്, മൃദുല മീര അല്ല മിഥില മീര, എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ പ്ലീസ്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എന്താ പറയാ കൂടുതലായിട്ടുള്ള പൈസ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലോ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുക. നമ്മളെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ഇത് എന്ത് ചെയ്തിട്ട് എന്ത് നടത്താൻ പറ്റണേ, ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിക്കും.
കൂടെ വേണമെങ്കിൽ 1-2 ഫ്രണ്ട്സ് ഉണ്ടാകും നമ്മൾ ചെറുപ്പം മുതൽ അറിയണത്. അതല്ലാതെ ബാക്കിയുള്ള ആളുകൾ പറയും, പൊതുവെ നമ്മൾ ഒരാൾ നന്നാവുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ നാട്ടിൽ കുറച്ച് ആളുകൾക്ക് ഒരു നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പോണ സമയത്ത് ഇപ്പൊ നമ്മളവിടെ ഒരാളുണ്ട്, ഞാൻ പറഞ്ഞ പേര് പറയുന്നില്ല, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞു പറഞ്ഞാൽ ആള് പറയും എന്താ മോനെ എവിടെയാണ് സുഖമല്ലേ ചോദിക്കും. ഇനി ഒരു പഴയ ഡ്രസ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞു പറഞ്ഞാൽ ആള് പറയും ആള് പറയില്ല, ആള് നോക്കുകയില്ല, നമ്മളെ നോക്കില്ല ആള്. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മൾ എങ്ങനെയാണോ നടക്കുന്നത് അതിനനുസരിച്ചാണ് ആളുകൾ നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ, എൻ്റെ അടുത്ത് കാറുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നു കേട്ടോ. ആ സമയത്ത് ഇവൻ ഗൾഫിന് പോണതിന് മുമ്പ് എൻ്റെ ഒന്നുമില്ല, ഇപ്പം 1 വർഷം 2 വർഷം കഴിഞ്ഞേക്ക് വരുന്നത്. ആ സമയത്ത് എൻ്റെ അടുത്ത് കാറൊന്നുമില്ല. അപ്പോ ആ സമയത്ത് എന്നെ കണ്ടിട്ടാണല്ലോ അവൻ പോയിരിക്കണത്. ഈ 2 വർഷം കൊണ്ട് ഞാൻ കാറ് എല്ലാ സംഭവവും ഞാൻ ഉണ്ടാക്കി. ഇവൻ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവനൊരു കാറുണ്ട്, പക്ഷെ ഇവന്റെ കാറിനേക്കാളും അത്രയും വിലയുള്ള കാറാണ് ഞാൻ എടുത്തത്. വോൾസ്വാഗന്റെ ജെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള കാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവരുടെ സാധാരണ ഒരു കാറാണ്. ഇപ്പൊ ഏത് കാറാണെന്ന് പറയില്ല, ഈ ലൈവ് അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അവൻ ചിന്തിക്കും എന്നെ കുറിച്ച് പറയാൻ ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് ഇവൻ വന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവന്റെ. ഈ എന്താ പറയാ, നമുക്കൊരു VIP ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ടാവും. കാരണം നല്ല ഡ്രസ്സുകൾ ഇടുക, നല്ല രീതിയിൽ എന്താ പറയാ, അവര് തന്നെ സ്വന്തമായി ചിന്തിക്കും ഞങ്ങൾക്ക് ഇത്തിരി എന്താ പറയാ, ഞങ്ങളൊരു VIP ആണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മള് ഒരു സൈഡിൽ ഒരു റോഡ് സൈഡിൽ പോയി അതും കുടിക്കാന്നുണ്ടെങ്കിൽ ഇതെന്താ അല്ല ഇങ്ങനെ കഴിക്കുന്നത്, വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങൾ റെസ്റ്റോറൻറ്റുകളിലാണ് ഞങ്ങൾ കഴിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന ടീമുകൾ എല്ലാ നാട്ടിലും ഉണ്ടാവും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ അവര് നമ്മൾ പോയി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മളെ ലോക്കലായി കണക്കാക്കിയിട്ടും ഇത് എങ്ങനെയെന്ന് അറിയാം കണക്കാക്കും. കാരണം നമ്മളിപ്പോ ഒരു കളി കഴിഞ്ഞിട്ട് ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, നമ്മൾ കളി കഴിഞ്ഞിട്ട് പോണ സമയത്ത് നമ്മൾ ഇടുന്ന ഡ്രസ്സ് ചിലപ്പോൾ വേർത്തിട്ടും ഇല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു ഡ്രസ്സ് ഇവരുടെ അടുത്ത് പോകുമ്പോൾ അവർ ചിന്തിക്കുന്നറിയോ, നമ്മളിപ്പോഴും ഒരു ഗതി പിടിച്ചിട്ടില്ല, ഇതിനെ കൊണ്ട് ഒന്നിനും ആവില്ല, ഇവന്റെ ഒപ്പം കൂട്ടുകൂടി കൊണ്ട് നമുക്ക് എന്ത് ഗുണം എന്ന ചിന്തയാണ് അവന്റെ ഫേസിൽ അറിയാൻ പറ്റുന്നത്. അത് ഒരു 10, 20, 100, 1000 ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ, ഇല്ലെങ്കിൽ അവന്റെ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാവും. ഈ ആടും കോഴിയൊക്കെ അതിന്റെ പെരുമാറ്റത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിന് വിശക്കുണ്ടോ ഇല്ലെങ്കിൽ അതിന് എന്താ പറയാ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അതിന്റെ നോക്കില്ല. അത് വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നില്ല മാട് വന്നിട്ട് എനിക്ക് വിശക്കണോ എനിക്കിത്. അപ്പോൾ നമ്മളതിനെ അത് അറിയണത് എങ്ങനെയെന്നറിയോ, അതിന്റെ പെരുമാറ്റവും നോട്ടവും നടത്തവും അങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മനുഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും മനുഷ്യന്മാർ എത്ര ബുദ്ധിമുട്ടുള്ള. ഇങ്ങനെ ഈ പയ്യൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം നോക്കി, അപ്പോൾ എന്നെ നോക്കിയ സമയത്ത് എനിക്ക് ഡ്രസ്സില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എൻ്റെ അടുത്തുള്ള സംസാരത്തിന് വലിയ ഇത്തിരി അത്ര ഇതില്ല. എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെ പോലെ അതേപോലെ തന്നെ ഞങ്ങൾ കളിച്ച് വീണ് ഗ്രൗണ്ടിലൊക്കെ വീണിട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല തമാശയും ചിരിച്ചൊക്കെ വന്നിട്ട് എന്താ വിശേഷം സുഖമല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അവരോട് സംസാരിക്കാൻ പോകുമ്പോൾ കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ ചിന്തിച്ചു ഇവനെന്താ, ഞാൻ അവൻ്റെ അടുത്ത് വലിയ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കടമൊന്നും വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയണം എന്നുള്ള ലെവലിൽ ഞാൻ ഇരുന്നു. ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് മെല്ലെ പോയിട്ട് എനിക്ക് പാലക്കാട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ബൈക്ക് കൊണ്ട് പോയിക്കുന്ന സമയമാകുന്ന പറഞ്ഞിട്ട് ഞാൻ എൻ്റെ രീതിയിലുള്ള നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ പാലക്കാട് പോകാൻ വേണ്ടി കാർ എടുത്തിട്ട് പോയിട്ട് തിരിച്ചൊരു 8:30, 9 മണിയാണ് സമയത്ത് ഞാൻ അതേ സ്ഥലത്ത് വന്നിട്ട് കാർ നിർത്തി. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പൊ അവിടെ കൊണ്ട് കാർ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോ ഇവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നു. ദിനുവേ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞിട്ട് കാറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് അങ്ങനെയാണ്, ഇതിൽ കുഴപ്പമില്ലല്ലേ, ഇതിൽ മൈലേജ് ഉണ്ടല്ലോ അല്ലേ, ഇതിൽ അങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാറിൽ ചോദിക്കുന്നുണ്ട്. ഇതെപ്പോഴത്തെ എത്രയാടാ, ഇത് എങ്ങനെയാണ്ടാ. അതായത് അത്ര നേരം അവന് സംസാരിക്കാൻ പറ്റുന്നവൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് എൻ്റെ തോളിൽ കൈയിട്ട് പിന്നെ സംസാരിക്കാൻ തുടങ്ങി. സോ അപ്പൊ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി തരാം, നമുക്ക് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. 100-ൽ 90% സത്യം തന്നെയാണ്. ഇത് അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാവും. പൈസ ഇപ്പൊ ഞാനൊരു 1000 രൂപയോ 2000 രൂപയോ നമ്മൾക്ക് ഒരാളുടെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവര് ആയിട്ട് എന്താ പറയാ ഒരു വെറുപ്പ് സൃഷ്ടിക്കുന്നു പറയാൻ പറ്റും.
കാരണം അതിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന കാര്യം, നമ്മൾ ഒരാളിൽ നിന്ന് 10 രൂപ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളെ സിറ്റുവേഷൻ വരുന്ന സമയം നമുക്ക് ഒരാളിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ എന്തായാലും വരും. അത് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഒരാളത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ പിന്നെ അവരെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് കൊടുക്കാൻ പറഞ്ഞിരുന്ന പൈസയായിരിക്കും അതിനേക്കാളും വലിയൊരു അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കണ ഒരാളുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ അയാൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല, അതും വീണ്ടും വൈകി. അങ്ങനെ വൈകും തോറും അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അവർ ചിന്തിക്കും, എന്താ എന്തിനാണ് ഇവന് ഞാൻ പൈസ കൊടുത്തു, ഇവൻ ഇങ്ങനെയാണ് വിചാരിച്ചില്ല, അങ്ങനെയാണ് വിചാരിച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവർ വേറെ ആളുകളോട് പോയി പറയും, ഇവൻ ഇങ്ങനെയാണ്, ഇപ്പം ഫേക്ക് ആയിട്ടുള്ള ഇവനടുത്ത് നീ 10 പൈസ കൊടുക്കണ്ട, അവനെ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, പരമാവധി നിങ്ങൾ ഒരാളത് പൈസ വാങ്ങിക്കാതിരിക്കാൻ നോക്കുക. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ആളുകൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ ഇപ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടായിരുന്നു. അച്ഛൻ മരിച്ച സമയത്ത് ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടായിരുന്നു. അപ്പം ഞാൻ കൊടുത്തിട്ടില്ല. കുറച്ച് പൈസ എനിക്ക് കൊടുക്കാൻ ഇതുണ്ട്. പക്ഷെ ഈ ഫ്രണ്ട്സുകൾ നമുക്ക് നിരന്തരമായി നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം അവരൊന്നും വലിയ വലിയ ആളുകളല്ല, അവർക്കും നമ്മളൊരു വിശ്വസിച്ചിട്ട് തന്നിട്ടുള്ള ആളുകളാണ്. അപ്പം അതൊരു കാരണം കൊണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല, അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റില്ല. ഈ അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങൾ വരും, വിഷമങ്ങൾ വരും. പിന്നെ അവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവരോട് ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു കാരണം കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരാളെ പൈസ വാങ്ങിക്കാൻ പോവാതിരിക്കുക. ഈ പൈസ മേടിക്കുന്നത് എല്ലാ സമയത്തും ഒരേപോലെ ഇരിക്കണം എന്നില്ല. കാരണം നമ്മൾ ചിലപ്പോൾ 10 പ്രാവശ്യം അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടാവും. അവര് ചിലപ്പോ എന്താ പറയാ, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നമുക്ക് ചിലപ്പോൾ തിരിച്ചു തരും, ചിലപ്പോൾ 3 പ്രാവശ്യം തരും, ചിലപ്പോൾ തരില്ല. ഇങ്ങനെയുള്ള എന്തിനാണ് നിൽക്കുന്നത്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം വരുമ്പോൾ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അടയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദിക്കാരൻ്റെ കോൾ 24 മണിക്കൂർ ഉണ്ടാവും. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഹിന്ദിക്കാർ പറയുക. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് ആ ഒരു വിഷമം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളവരാണെങ്കിലും ഇല്ലെങ്കിലും ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ലോൺ ഞാൻ നിലവിൽ എന്തായാലും നിങ്ങൾക്ക് റെഡിയാക്കി തരാം. ഓക്കെ, പിന്നെ ഡയാലിസിസ് പേഷ്യൻസ് അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ചാരിറ്റബിൾ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലുള്ള അതിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ധനസഹായം കിട്ടും. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോണ സമയത്തുള്ള ബില്ലും കാര്യങ്ങളൊക്കെ കുറയും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നറുക്കെടുപ്പ് പോലെ ചെയ്തിട്ട് കൊടുക്കുന്നതാണ് അതിൽ. അപ്പോൾ അങ്ങനെയുള്ള രോഗികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഡെയിലി ഡയാലിസിസ് ഒക്കെ ചെയ്യണമെമ്പോൾ നമുക്ക് പൈസൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഈ ലൈവ് എത്ര പേര് കാണുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നാലും കാണുന്ന ആളുകൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അവന് എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇതിലൊരു കമൻറ്റ് അയച്ചാൽ മതി. അവൻ്റെ ഏതാണ് ജില്ല എന്ന് പറയുക, ആ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ട് ആരാണ് അത് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ തരും നിങ്ങൾക്ക്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പാലക്കാട് ജില്ലയാണെങ്കിൽ ഓരോരോ ജില്ലയിൽ ഓരോരോ ആളുകളാണ് നോക്കുന്നത് ഇതെല്ലാം. അപ്പോൾ പുതിയ പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ലൈവ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ടൊന്നും തോന്നണ്ട. കാരണം ഞാൻ ഒരു പാർട്ടിനെയും കുറ്റം പറയുന്നതല്ല. BJP ആയാലും കോൺഗ്രസ് ആയാലും അതേപോലെ തന്നെ ഈ എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് ആയാലും നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കതിൽ ഗുണം കിട്ടുള്ളൂ. ഈ 3 പാർട്ടിയിൽ ഏത് പാർട്ടിയിലും പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഗുണം കിട്ടുള്ളൂ. അതിൽ ഞാൻ ഒരു പാർട്ടിയിൽ നന്നായി പ്രവർത്തിച്ചിട്ട് നമുക്ക് ഗുണം കിട്ടാതെ ആയപ്പോഴാണ് നമുക്ക് പാർട്ടി
വേണ്ടാന്നുള്ളൊരു തോന്നൽ വന്നത്. ഒരുപാട് ആളുകൾ പറയും എന്തിനാണ് നിങ്ങൾ പാർട്ടിയിൽ പോണത്, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടക്കുമെന്ന് പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഈ പാർട്ടിയിലുള്ളത് പറഞ്ഞ ദൈവങ്ങളൊന്നും ഇല്ലല്ലോ, അവരും ജനങ്ങൾ നമ്മളെ പോലെയുള്ള മനുഷ്യർ തന്നെയാണ്. ഇപ്പൊ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആ വ്യക്തി പറഞ്ഞ ഒരു മനുഷ്യനല്ലേ. അപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കണമെങ്കിലും നമുക്ക് ഒരു രീതി ഉണ്ടാക്കണം. അതായത് നമ്മുടേതായിട്ടുള്ള ഒരു വഴി നമ്മൾ ഉണ്ടാക്കണം പാർട്ടിയിലാണെങ്കിലും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു പാർട്ടിയിൽ നല്ല രീതിയിലുള്ള ആളുകൾ നമുക്ക് പിന്തുണയുണ്ടാവും. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എന്തെങ്കിലും നമുക്ക് പൈസ വരുന്ന സമയത്ത് പാവങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പാർട്ടിന്റെ സപ്പോർട്ടും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണം ചെയ്തു കൊടുക്കാം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാർട്ടിയിൽ ചേർന്നതെന്ന് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടി നമുക്ക് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നല്ലത് ഇപ്പോൾ ഏത് പാർട്ടിയാണെന്ന് എനിക്ക് പറയാനൊന്നും അറിയില്ല, നോക്കാം. അപ്പൊ എല്ലാവർക്കും ഇത്ര നേരം ലൈവ് കണ്ടിട്ടുള്ള ഒരു 5000-7000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 10 പേരും കണ്ടിട്ടുണ്ടാവുക ലൈവ്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക, അത്രേ ഉള്ളൂ. പിന്നെ ലൈവ് നമ്മൾ ഫേസ്ബുക്കിൽ ഇടണം എന്നുള്ളത് നിർബന്ധമാണ്. എനിക്കത് എന്തായാലും ഇടാണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം നിങ്ങൾ കാണാം. ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ലൈവിന് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.